ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും നമസ്കാരം. സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന IT കമ്പനിയുടെ ഡിജിറ്റൽ പ്രൊഡക്റ്റ് മാർക്കറ്റിംഗിലേക്കാണ് നമ്മളെല്ലാവരും എത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അപ്പോൾ ആ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാ ദിവസവും ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ കിട്ടുന്നുണ്ട്. എന്നാലും ഇപ്പം ഈ ഒരു വീഡിയോ റെക്കോർഡ് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. ഗൂഗിളിൽ അതല്ലെങ്കിൽ ക്രോമിൽ പോയിട്ട് നമ്മൾ മൈ സേവിങ് .in ഇതാണ് നമ്മുടെ ബിസിനസ് സൈറ്റ്. മൈ സേവിങ് .in അതിൽ ക്ലിക്ക് ചെയ്യുക. മൈ സേവിങ് .in ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്ത ഫോൺ നമ്പറും പാസ്വേഡും കൊടുത്ത് ബിസിനസ് സൈറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റും. അത് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്ത ഫോൺ നമ്പറും പാസ്വേഡും കൊടുത്താൽ മതി. കൊടുത്തു കഴിഞ്ഞാൽ ഡാഷ്ബോർഡ് കിട്ടും. ഡാഷ്ബോർഡിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ 3 ലൈൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇപ്പൊ നമ്മൾക്കറിയാം, നമ്മുടെ പുതിയ പ്രൊഡക്റ്റ് സേവ് പ്രോ ആപ്ലിക്കേഷൻ, സേവ് കാർട്ടിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്ന പ്രൊഡക്റ്റ്, അതിന്റെ എല്ലാ ഇൻഫർമേഷനുകളും നമുക്കിവിടെ കാണാൻ പറ്റും. അതിന് മൈ സേവ് കാർട്ട് ക്ലിക്ക് ചെയ്യാം. മൈ സേവ് കാർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സേവ് പ്രോ ഓട്ടോപൂൾ പ്രോഗ്രസ്, സേവ് പ്രോ യൂസർ, മൈ പർച്ചേസ് പോയിന്റ്, മൈ സേവ് കാർട്ട് വാലറ്റ്, സേവ് കാർട്ട് റഫൽ ബോണസ്, സേവ് കാർട്ട് ലെവലിംഗും ഇതൊക്കെ അവിടെ കാണാൻ പറ്റും. ഇപ്പോൾ സേവ് പ്രോ ഓട്ടോപൂൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിച്ച് നമുക്ക് കിട്ടിയ ആ പൂളിംഗം ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾ നോക്കുക, പൂളിംഗം കിട്ടിയത് 1000 അച്ചീവ് ചെയ്തിട്ടുണ്ട്. 7 എണ്ണത്തിന്റെ ആ ഡേറ്റ് ഇവിടെ കാണാം. 12/1/2026, 31/1/2026 ആദ്യത്തെ 1000 അച്ചീവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയത് ഫസ്റ്റിന്നും സെക്കൻഡിന്നും തേർഡിന്നൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം. രണ്ടാമത് ഓട്ടോപൂൾ പ്രോഗ്രസ്. നമ്മുടെ ഓട്ടോപൂൾ പ്രോഗ്രസ് എത്രയായി, 1, 2, 3 എത്ര ആയിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ പറ്റും. അപ്പൊ ഇവിടെ ഓട്ടോപൂൾ 1 ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്ര എടുത്തിട്ടുണ്ട്, ഏത് ഡേറ്റിലാണ് എടുത്തത്, അത് എത്ര ശതമാനമായിട്ടുണ്ട് എന്നുള്ളതൊക്കെ അറിയാം. ഇപ്പൊ ഓട്ടോപൂൾ 1 100% ആയിട്ടുള്ളത് 1, 2, 3, 4, 5, 6, 7 ആയിട്ടുണ്ട്. അപ്പോൾ 7 × 1000 കിട്ടി. അതാണ് നേരത്തെ അവിടെ കാണിച്ചത്. അടുത്തത് ഇവിടെ 87% ഒക്കെ ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും 87 ഈ രീതിയിൽ. പിന്നെ വാങ്ങിച്ചത് 33%, 5 എണ്ണത്തിന് 33%. ഇപ്പൊ ടോട്ടല് നമ്മൾ നമ്മുടെ പേരിൽ എത്ര എണ്ണം വാങ്ങിച്ചു എന്നുള്ളത് ഇവിടെ കാണാം. 28 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. 28 പ്രോ. നമുക്കറിയാം സെയിം ടൈം 10 എണ്ണമാണ് വാങ്ങിക്കാൻ പറ്റുക. പക്ഷെ നമുക്ക് വീണ്ടും വീണ്ടും വാങ്ങിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് റീറ്റെയിൽ ചെയ്ത് വീണ്ടും വാങ്ങിക്കാൻ പറ്റും. അതാണ് അടുത്തത് കാണിക്കും. ഇവിടെ കാണാം സേവ് പ്രോ യൂസർ. ക്ലിക്ക് ചെയ്യാം. നമ്മളൊരു 5 എണ്ണം വാങ്ങി, 10 എണ്ണം വാങ്ങി നമ്മുടെ ഫ്രണ്ട്സിന്, ഫാമിലിക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ കൊടുക്കാം ഈ പ്രൊഡക്റ്റ്. അങ്ങനെ കൊടുത്താൽ നമുക്ക് വീണ്ടും വീണ്ടും വാങ്ങിക്കാം. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പൊ എൻ്റെ ഫ്രണ്ട്സിന് ഈ ഒരു പ്രോ ആപ്ലിക്കേഷൻ നമുക്ക് ഉപയോഗിക്കാൻ കൊടുക്കണം എങ്കിൽ അവരുടെ പേര്, ഓക്കെ, അതേപോലെ തന്നെ ഒരു 6 ഡിജിറ്റ് നമ്പർ കൊടുത്താൽ മതി. പാസ്വേഡ് അവിടെ വരും. എന്നിട്ട് ക്രിയേറ്റ് യൂസർ അടിക്കുക. സക്സസ്ഫുള്ളി. അപ്പൊ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ ഫാമിലിക്ക് അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ നമുക്ക് പേയ്മെന്റ് വാങ്ങിച്ചും കൊടുക്കാം, ഡിസ്കൗണ്ടിൽ കൊടുക്കാം, അതല്ലെങ്കിൽ ഫ്രീ ആയിട്ടും കൊടുക്കാം. ഇപ്പൊ ഒന്ന് നമ്മൾ കൊടുത്ത് അപ്പോൾ നമുക്ക് വീണ്ടും ഒന്ന് വാങ്ങിക്കാം. അങ്ങനെ വാങ്ങിക്കുന്നതിനുള്ള വരുമാനം കമ്പനിയിൽ നിന്ന് നമുക്ക് കിട്ടും. ഇങ്ങനെ ഇവിടെ കാണാം നമുക്ക് കൊടുത്തതൊക്കെ. ഓക്കെ, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് വീണ്ടും വീണ്ടും വാങ്ങിക്കാൻ പറ്റുക. നെക്സ്റ്റ് ഇവിടെ കാണിക്കുന്നത്, സേവ് കാർഡിൽ കാണിക്കുന്നത് എന്താണ്, ഇവിടെ നിങ്ങൾ നോക്കേണ്ടത്
രണ്ടാമത്തെ പോളിൻ്റെത് എത്ര ആയിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഇവിടെ നോക്കാം. നേരത്തെ കാണിച്ചതുപോലെ സേവ് പ്രോ ഓട്ടോ പൂളില് പ്രോഗ്രസ് എടുക്കുക. പ്രോഗ്രസ് വിട്ടുപോയതാണ്. രണ്ടെടുത്ത് കഴിഞ്ഞാൽ രണ്ടിൽ എത്ര എത്തിയിട്ടുണ്ട് എന്ന് കാണാം. ഇതിപ്പോ പൂൾ 2 ഇവിടെ കാണാം. ഓട്ടോ പൂൾ 2 രണ്ടിൽ 59%, പിന്നെ ഒരു 24% ഒക്കെ എത്തിയിട്ടുണ്ട്. ഓക്കെ, 3 ഓപ്പൺ ചെയ്ത് നോക്കിയാൽ 3 എത്തിയിട്ടുണ്ടെങ്കിൽ കാണാം, ഇല്ലാത്തത് കൊണ്ട് ഇല്ല. അപ്പൊ അത് നമുക്ക് മനസ്സിലായി. നെക്സ്റ്റ് നമുക്ക് സേവ് കാർട്ട് വാലറ്റ്. സേവ് കാർട്ട് വാലറ്റിൽ നമ്മുടെ ഡൗൺലൈനിൽ നിന്ന് വരുന്ന വരുമാനങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ഇപ്പൊ ഇവിടെ 11-ാം തീയതി വന്നിട്ടുള്ള എമൗണ്ടുകളാണ് ഇവിടെ കാണിക്കുന്നത്. ഡൗൺലൈനിൽ ആരൊക്കെയോ പ്രൊഡക്റ്റുകൾ വാങ്ങിക്കുമ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന പണം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഓരോ പേജ് ഇവിടെ നോക്കാം. 5695 പേജ് കാരണം ഇതൊക്കെ 11-ാം തീയതി. പേജ് 3 പോയാലും 11-ാം തീയതി അഥവാ ഇന്നലത്തെ. അടുത്ത 4-ാമത്തെ പേജും 11-ാം തീയതി. 5-ാമത്തെ പേജും 11, 6-ാമത്തെ പേജും 11, 7-ാമത്തെ പേജും 11, 8-ാമത്തെ പേജും 11. ഓക്കെ, 9-ാമത്തെ പേജ് ആയപ്പോഴാണ് 10ലേക്ക് മാറിയത്. ഇങ്ങനെ നമുക്ക് കറക്റ്റ് നമുക്ക് വന്ന വരുമാനം, നമ്മുടെ ഡൗൺലൈനിലുള്ള പേര്, ഇൻഫർമേഷൻ ഒക്കെ ഇവിടെ കാണാം. കണ്ടോ, ഫുള്ളായിട്ട് ഇവിടെ കാണാൻ പറ്റും. ആരൊക്കെ വാങ്ങി, ആ കിട്ടുന്ന ലെവലിംഗും ഇൻഫർമേഷനുകളൊക്കെ ഇവിടെ കാണാം. അതേപോലെ തന്നെ അടുത്തത് നമുക്ക് സേവ് കാർഡ് റഫറൽ ബോണസ്. നമുക്കറിയാലോ, ഒരു പ്രോ കൊടുത്തു കഴിഞ്ഞാൽ 100 രൂപ കിട്ടും അല്ലേ. അപ്പൊ നമ്മുടെ ഡയറക്റ്റ് നമ്മൾ കൊടുക്കുന്നതിന്റെ എമൗണ്ടുകൾ വരുന്നതാണ്. 2 കൊടുത്തപ്പോൾ 200, 10 കൊടുത്തപ്പോൾ 1000, 3 കൊടുത്തപ്പോൾ 300, 2 വാങ്ങിച്ചപ്പോൾ 200. ഇത് നമ്മുടെ ഡയറക്റ്റ് വരുന്നതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് കാണാം. കണ്ടോ, ഡയറക്റ്റ്. ഓക്കെ, അപ്പോൾ എല്ലാ ഇൻഫർമേഷനും നമ്മുടെ ബിസിനസ് സൈറ്റിൽ പോയാലും നമുക്ക് കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സേവ് കാർട്ട് ലെവലിംഗും 20 ലെവലിൽ നിന്ന് വരുന്ന വരുമാനമാണ് ഈ കാണിക്കുന്നത്. 20 ലെവലിൽ നിന്നും നമുക്ക് ആര് പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോഴും വരുമാനം വന്നുകൊണ്ടിരിക്കും. ഇതൊക്കെ ഇവിടെ കാണിക്കും. കണ്ട് 20 ലെവൽ. G1 എന്ന് പറയുന്നത് ജനറേഷൻ 1, 2, 3, 4 അങ്ങനെ ലെവൽ 1 അതാണ് കേട്ടോ. ഓക്കെ, ഇതേപോലെ ഇപ്പൊ നമുക്കിപ്പോ ഇതിലുള്ള വരുമാനം നമുക്കറിയാലോ. ഓരോ ദിവസം വരുന്ന വരുമാനം നമുക്ക് ഡാഷ്ബോർഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ മൈ സേവ് കാർട്ട് വാലറ്റ് ക്ലിക്ക് ചെയ്താൽ ഇവിടെയാണ് നമുക്ക് വരുന്ന വരുമാനം. ഈ സേവ് കാർട്ടിന്റെ വരുമാനം കാണുക. ഇവിടെ നമുക്ക് റിക്വസ്റ്റ് കൊടുത്താൽ വെരി നെക്സ്റ്റ് ഡേ ബാങ്ക് അക്കൗണ്ടിലേക്ക്, ബാങ്ക് ടൈം അക്കൗണ്ടിലേക്ക് വരും. ഇനി മൊബൈൽ റീചാർജിന്റെ ആണെങ്കിൽ ഇവിടെ മൈ റീചാർജ് വാലറ്റ് എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ റീചാർജിന്റെ എമൗണ്ട് ഇവിടെ കാണാം. ഇത് നമുക്ക് 250 രൂപ മിനിമം ആയി കഴിഞ്ഞാൽ സബ്മിറ്റ് കൊടുത്താൽ പണം അക്കൗണ്ടിലേക്ക് വരും. ഇത്രയും ഇൻഫർമേഷനുകളൊക്കെ നിങ്ങൾ നോക്കുക. അതേപോലെ തന്നെ നമുക്ക് KYC കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രൊഫൈലിൽ പോയാൽ മതി. പ്രൊഫൈലിൽ പോയിട്ട് എഡിറ്റ് പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ KYC എന്തെല്ലാം ഇൻഫർമേഷൻ ചോദിക്കുന്നതൊക്കെ കൊടുത്ത് ലാസ്റ്റിൽ ഇവിടെ വന്നിട്ട് അപ്ഡേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ പ്രോഗ്രാം. ഓക്കെ, താങ്ക് യു.